അർജന്റീന ടീമിനെയാണ് ഇഷ്ടപ്പെട്ടത്. കപ്പിന്റെ പുറകെ ഞങ്ങൾ പോയിട്ടില്ല. ഇന്നും ആ ടീമിനെ ഇഷ്ടപ്പെടുന്നത്. മെസ്സി എന്ന വ്യക്തിയല്ല, അർജന്റീന എന്ന ടീമിനെ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നത്. ഒരു കോപ്പ് കിട്ടിയത് അതെടുത്ത് നടക്കുകയാണ്. ഞങ്ങളതിൽ രജിസ്റ്റർ ചെയ്തത് 17 പേരുടെയും പേരിലേക്ക് ഇതിന് ഞങ്ങൾ രജിസ്ട്രേഷൻ നടത്തി. അല്ലെങ്കിൽ ഒരു ക്ലബിൻ്റെ പേരിലോ ഒന്നും രജിസ്റ്റർ ചെയ്തില്ല. 17 പേരുടെയും പേരിൽ ഇതൊരു മെമ്മറി കണക്ക് രജിസ്റ്റർ ചെയ്ത് ഇത് വരും തലമുറയ്ക്ക്, ഞങ്ങളുടെ വരും തലമുറയ്ക്ക് ഉപയോഗിക്കാൻ പാകത്തിനും. ഹായ്, ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ജില്ലയിലെ കളമശ്ശേരിക്ക് അടുത്ത് മുണ്ടയ്ക്കാമുകളിലാണ്. അപ്പോൾ ഇവിടെ വരാനുള്ള കാരണം എന്ന് വെച്ചാൽ ദാണ്ട് ഈ വീട് തന്നെയാണ് കേട്ടോ. കണ്ടില്ലേ, ബ്രസീൽ, അർജന്റീന, പോർച്ചുഗൽ. ഇപ്പോൾ ഈ വീട് ഒരു 17 പേർക്ക് സ്വന്തമാണ്. 17 പേർക്ക് മാത്രമല്ല, ഇവിടെ ഈ മുണ്ടയ്ക്കാമുകളിലുള്ള ഫുട്ബോൾ പ്രേമികളുടെ എല്ലാം സ്വന്തമാണ്. അപ്പോൾ ഇതുപോലെ നല്ല പ്രവൃത്തിക്ക് മുൻകൈ എടുത്ത ഇവിടുത്തെ എല്ലാവർക്കും, ഇവിടെ കുറേ ചേട്ടന്മാരുണ്ട്, കുറേ എല്ലാവരുടെയും പേരെടുത്ത് പറയാൻ പറ്റില്ല. ഈ വീട് മേടിച്ച് 17 പേരോടും ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് ഇനി നമുക്ക് ഒരു ലഹരി മതി, ഫുട്ബോൾ ലഹരി അല്ലെങ്കിൽ സ്പോർട്സ് ലഹരി, അല്ലാതെ മറ്റുള്ള എല്ലാ ലഹരിയിൽ നിന്നും നമ്മൾ വിട്ടുമാറി നിന്നിട്ട് സ്പോർട്സിനെ സ്നേഹിക്കുക എന്നാണ് അവർ പറഞ്ഞത്. എന്തായാലും നമുക്കും സ്പോർട്സിനെ സ്നേഹിക്കാം. ഈ ഖത്തർ വേൾഡ് കപ്പിനോടൊപ്പം ഈ ഖത്തർ വേൾഡ് കപ്പിൻ്റെ വിജയി ആരാണെന്ന് നമുക്കറിയില്ല, പക്ഷേ ആവേശം അവസാന നിമിഷം വരെ ഉണ്ടാവും. ഞങ്ങൾ കങ്ങരപ്പടിയിലെ മുണ്ടക്കമോൾ പ്രദേശത്തെ ഫുട്ബോൾ ആരാധകരായ ചെറുപ്പക്കാർ ഫുട്ബോൾ കാണുന്നതിനും ഫുട്ബോൾ കളിയുടെ ആവേശം ഉൾക്കൊണ്ടുകൊണ്ടും ഞങ്ങൾ വാങ്ങിയിരിക്കുന്ന ഞങ്ങളുടെ ഒരു സ്ഥലവും വീടുമാണിത്. ആ വീടിന് ഞങ്ങൾ ഞങ്ങളുടെ ഫാൻസിൻ്റെ കളറുകളെല്ലാം അടിച്ച് ഞങ്ങളതിൻ്റെ ഫുട്ബോളിൻ്റെ ആവേശത്തിൽ ഞങ്ങൾ ബ്രസീൽ ഫാൻസ്, വിവാ ബ്രസീൽ, വിവാ ബ്രസീൽ. എറണാകുളം ജില്ലയിലെ കങ്ങരപ്പടി ഭാഗത്ത് മുണ്ടക്കമുകൾ പ്രദേശം, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഫുട്ബോളിൻ്റെ ഈ സംരംഭം, അതായത് ഈ വേൾഡ് കപ്പ് തുടങ്ങുമ്പോൾ ആ വേൾഡ് കപ്പിന് മുന്നോടിയായിട്ട് കുറേ നാളുകൾക്ക് മുമ്പേ തുടങ്ങി ഏത് രീതിയിൽ അതിനെ പ്രിപ്പയർ ചെയ്യണം, ഞങ്ങൾ എങ്ങനെ വരവേൽക്കണം എന്ന് ഇവിടുത്തെ ഫുട്ബോൾ പ്രേമികൾ, പ്രത്യേകിച്ച് ഞങ്ങൾ അർജന്റീന ഫാൻസ് ഈ കാണുന്ന നമ്പർ മാത്രമല്ല, അർജന്റീന ഫാൻസ് ഒരുപാട് പേരുണ്ട്. പക്ഷേ അവരെല്ലാവരും ഇന്ന് ഇടദിവസം ആയതുകൊണ്ട് ജോലി സംബന്ധമായി പുറത്തോട്ട് പോകേണ്ട വന്നു. പോർച്ചുഗൽ ഇത്രയും നാൾ ഹിസ്റ്ററിയിൽ ഏറ്റവും മികച്ച സ്ക്വാഡായിട്ടാണ് ഇക്കൊല്ലം വേൾഡ് കപ്പിൽ ഇറങ്ങുന്നത്. പിന്നെ എന്താ പറയണ, നമ്മുടെ ഗോട്ടിൻ്റെ ലാസ്റ്റ് വേൾഡ് കപ്പാണ്, ലാസ്റ്റ് റൈഡ്. എന്താണെങ്കിലും അടിക്കുമെന്നുള്ള 100% പ്രതീക്ഷ. ഇന്ന് വരെ ഒറ്റയാൾ പോരാട്ടം, വൺ മാൻ ഷോ എന്നൊക്കെയാണ് പോർച്ചുഗലിലെ ക്രിസ്ത്യാനോട് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇക്കൊല്ലം അങ്ങനെയല്ല, ഒരു വൺ മാൻ ഷോ അല്ല, ടീമിലുള്ള എല്ലാവരും ഷോ ഓഫ് കാണിക്കാൻ കഴിവുള്ളവരാണ്. അതുകൊണ്ട് 100% മികച്ച വിജയം തന്നെ കൈവരിക്കുമെന്ന്. ഗോൾഡൻ ബൂട്ട് കൊണ്ടുപോകുമെന്ന് വെച്ചാൽ അതിപ്പോൾ എത്രയും 110 കളിക്കാരുടെ ഇടയിൽ നമുക്കത് പോർച്ചുഗൽ കപ്പടിക്കും, അത് ഞാൻ 100% വിശ്വസിക്കുന്നു. എങ്ങനെയാണ് നിങ്ങളുടെ ലോകകപ്പ് ശരിക്കും പറഞ്ഞാൽ ലോകകപ്പ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ, ഏകദേശം നാളുകൾക്ക് മുമ്പ് തന്നെ ലോകകപ്പ് തുടങ്ങുന്നതിന് എങ്ങനെ ഞങ്ങൾ വരവേൽക്കണം ലോകകപ്പിനെ എന്നുള്ളൊരു ഉദ്ദേശത്തിൽ ഞങ്ങൾ ആദ്യമേ ഒരു ചിന്ത ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഞങ്ങൾ പ്രദേശത്ത് എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ഇരിക്കുന്ന ഒരു കൂട്ടായ്മയാണ് ഇവിടെയുള്ള എല്ലാ ചെറുപ്പക്കാരും. അതിൽ എല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു കൂട്ടം എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ഞങ്ങളുടെ കൂടെ ഒരു സംഗമമുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇരിക്കുമ്പോൾ ഈ ലോകകപ്പിന് വരാൻ പോകുന്ന 3-4 മാസങ്ങൾക്കുള്ളിൽ ലോകകപ്പ് വരും. അപ്പോൾ എങ്ങനെ നമുക്കതിനെ കൂടുതൽ ക്രിയേറ്റീവ് ആക്കാം എന്നുള്ളൊരു ചിന്താഗതി വരികയും, അപ്പോൾ നമുക്ക് എല്ലാ തവണയും നമ്മൾ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു പൊതുവായിട്ടുള്ള ഒരു പ്രദേശത്ത് നമ്മൾ ഇതുപോലെ ലോകകപ്പിന് വേണ്ടിയിട്ട് ഒരു സ്ക്രീൻ ഒരുക്കുന്നു, ആ സ്ക്രീനിലൂടെ നമ്മൾ കാണാൻ ശ്രമിക്കുന്നു. അങ്ങനെയാണ് സ്ഥിരമെങ്കിൽ ഇത്തവണ അതിൽ നിന്നൊരു ഒരു ചിന്ത, ആ ചിന്തയിൽ നിന്നാണ് ഒരു പുതിയൊരു സംരംഭം ഞങ്ങളുടെ ഉരുത്തിരിഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഒരു വീടും സ്ഥലവും 3 സെൻറ്റ് വീടും സ്ഥലവും കൂടി വിൽക്കാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ പുരയിടം കൂടി ചേർത്ത് ഞങ്ങളത് വിൽക്കാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളത് വാങ്ങണം എന്നൊരു ആഗ്രഹം എല്ലാവരും കൂടി ചേർന്ന് ഈ ഞങ്ങളിപ്പോൾ ഇരിക്കുന്ന ഇവിടെ പ്രദേശത്തുള്ള ആ ഷെഡിൽ ഇരുന്നാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ആ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് നമുക്കിനി അതങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നൊരു തീരുമാനം വന്നപ്പോൾ എന്തായാലും നമുക്കത് വാങ്ങാം എന്നൊരു ചിന്താഗതി. നിങ്ങൾ എത്ര പേര് ചേർന്നാണ് ഇത് മേടിച്ചത്? ഞങ്ങൾ 17 പേര് കൂടിയിട്ടാണ് ഇത് വാങ്ങിച്ചത്. ഞങ്ങൾ 17 പേരല്ല ഇതിലുള്ളത്, ഞങ്ങൾ ഏകദേശം 30ഓളം ചെറുപ്പക്കാർ ഉണ്ട്. പക്ഷേ ഞങ്ങൾ ആ 17 പേര്, ഒരു മുതിർന്ന 17 പേര് അതിന് ഞങ്ങളൊരു ഈക്വൽ തുക എടുത്തിട്ട് ഞങ്ങൾ ഈ കാണുന്ന
ഞങ്ങളുടെ പുറകിൽ കാണുന്ന ഈ വീടും പുരയിടവും കൂടി ഞങ്ങളുടെ ഈ പ്രദേശവാസിയായ ബക്കർക്ക എന്ന് പറയുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് 25 ലക്ഷം രൂപയോളം ഏകദേശം ചിലവാക്കി ഞങ്ങളിത് വാങ്ങിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഞങ്ങളത് 17 പേരുടെയും പേരിലേക്ക് ഞങ്ങളതിൽ രജിസ്റ്റർ ചെയ്തത് 17 പേരുടെയും പേരിലേക്ക് ഇതിന് ഞങ്ങൾ രജിസ്ട്രേഷൻ നടത്തി. അല്ലെങ്കിൽ ഒരു ക്ലബിൻ്റെ പേരിലോ ഒന്നും രജിസ്റ്റർ ചെയ്തില്ല. 17 പേരുടെയും പേരിൽ ഇതൊരു മെമ്മറി കണക്ക് രജിസ്റ്റർ ചെയ്ത് ഇത് വരും തലമുറയ്ക്ക് ഞങ്ങളുടെ വരും തലമുറയ്ക്ക് ഉപയോഗിക്കാൻ പാകത്തിനും ഞങ്ങൾക്കിതൊരു കൂട്ടായ്മയ്ക്ക് എന്ന എല്ലാ കാലവും നിലനിൽക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ സംരംഭം തുടങ്ങി വെച്ചിട്ടുള്ളത്. ഇവിടെ എന്താ ഫുൾ അർജന്റീനയുടെ തോരണവും ഫ്ലാഗും അതിന്റെ ഇടയ്ക്കൊരു ബ്രസീൽ. അതെ, അവന് കെട്ടാൻ സ്ഥലമില്ലാത്ത കാരണം അവൻ്റെ വീടിന് മുമ്പിൽ കൊണ്ടുപോയി കെട്ടിയത് അർജന്റീനയുടെ ഫ്ലാഗും കൊടിയൊക്കെ. അപ്പോൾ ഞങ്ങൾ പോലെ മാളത്തിൽ ഒളിഞ്ഞിരിക്കുന്നവരല്ല പുല്ലാൻ ശിവിയെ ഞങ്ങൾ ബ്രസീൽ ഫാൻസ്. അവനെ അർജന്റീനയുടെ കളി വരുമ്പോഴൊക്കെ തലവേദനയാണ്, അപ്പോൾ ഒളിച്ചിരിക്കും. അതൊക്കെ കഴിഞ്ഞ് ജയിച്ചു കഴിഞ്ഞാലേ പുറത്തു വരുള്ളൂ. സലാമേ സുഹേലെ എന്നൊക്കെ പറഞ്ഞിട്ട് നീ കണ്ടോടാ സൂക്ഷിച്ചോടെന്ന് പറഞ്ഞു. പക്ഷെ ഫുള്ള് ബ്രസീലിന്റെ പോസ്റ്റാണ്. നമുക്ക് അർജന്റീനയുടെ പോസ്റ്റ് ഒന്നും കാണാൻ പറ്റിയില്ല. അർജന്റീനക്കാർക്ക് ഇതിന് മറുപടി ഇതിന് കൊടുക്കാം. ഈ ലേറ്റസ്റ്റ് ആയി വരും എന്നുള്ളതാണ്. അർജന്റീനയുടെ ഒരു വലിയൊരു കട്ടൗട്ട് ഇന്ന് വൈകുന്നേരത്തെ ഒരു സസ്പെൻസ് ആയിട്ട് ഞങ്ങൾ കൊണ്ടുവരാൻ പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിനുശേഷം ഈ 6-2 കട്ടൗട്ടുകൾ അതിനുവേണ്ടി ഞങ്ങൾ സ്പേസ് ഒഴിച്ചിട്ടിട്ടുണ്ട്. ഇതിലൂടെ എന്താ പറയാ, ഞങ്ങളിപ്പോ ഈ ബ്രസീലിന്റെ ഫാൻസുകാർ ഇവിടെ ചെയ്തിരിക്കുന്നതിന്റെ ഇരട്ടിയായിട്ട് ഇപ്പൊ നമുക്ക് ഇവിടെ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. കൊടികളിലൂടെ ഞങ്ങളാണ് ആധികാരികമായിട്ട് മുന്നിൽ നിൽക്കുന്നത്. ഇനി പോസ്റ്ററുകൾ വരുമ്പോഴും ആധികാരികമായിട്ട് നമ്മൾ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് ഞങ്ങൾ. ഈ കളിയുടെ ആരവത്തിൽ എപ്പോഴും ഇവര് ഞങ്ങൾ എന്തെങ്കിലും ചെയ്താൽ മാത്രം ചെയ്യുമെന്നുള്ളൊരു ആവേശമായിട്ടാണ് ഇവർ വരാറ്. ഇപ്പൊ ആദ്യം തോരണം കെട്ടി ഇതെല്ലാം ഇതിന്റെ ആദ്യത്തെ പടം എല്ലാം കമന്റ് ബോക്സിൽ ഇതിന്റെ ഞങ്ങൾ ഇട്ട് തരാം. അർജന്റീന ടീമിനെയാണ് ഇഷ്ടപ്പെട്ടത്. കപ്പിന്റെ പുറകെ ഞങ്ങൾ പോയിട്ടില്ല. ഇന്നും ആ ടീമിനെ ഇഷ്ടപ്പെടുന്നത് മെസ്സി എന്ന വ്യക്തിയല്ല, അർജന്റീന എന്ന ടീമിനെ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നത്. ഞങ്ങളുടെ ഈ പ്രദേശത്ത് ഇപ്പൊ ഈ നിൽക്കുന്ന ഒരു ഇപ്പൊ എണ്ണത്തിൽ കുറവ് പലരും ജോലിക്കൊക്കെ പോയത് കൊണ്ടാണ്. ശരിക്കും എണ്ണത്തിൽ ഭൂരിപക്ഷം ഞങ്ങൾ തന്നെയാണ് അർജന്റീനക്കാര്. ഇപ്പൊ ഈ കാണുന്ന ബ്രസീൽ രസകരമായ സംഭവം, ആ ഒരു രഹസ്യം കൂടി പറയാം. ഇപ്പൊ ഫസ്റ്റ് കളി ഇപ്പൊ ബ്രസീൽ തോക്കുകയാണെങ്കിൽ ഇവരൊക്കെ അർജന്റീനയോടൊപ്പം പോകുന്ന ആളുകളാണ്. ഞങ്ങളാരും ഇനി ബ്രസീൽ തോറ്റ് തുന്നം പാടിയാ പോലെ അർജന്റീനയുടെ പുറകെ പോകില്ല. അത് കഴിഞ്ഞ തവണ അതുപോലെ കണ്ടതാണ്. ഞങ്ങൾ പോയിട്ടില്ല അർജന്റീനയുടെ പുറകെ ഞങ്ങൾ പോയിട്ടില്ല. അർജന്റീനയുടെ കൂടെ പോയിട്ടില്ല. അപ്പൊ അത് നമുക്ക് ഇതില് അർജന്റീന ഫാൻസിനുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അവര് തോറ്റാ പിന്നെ അവർ ഈ ജില്ലയിൽ ഉണ്ടാവാറില്ല. അപ്പൊ അത് തലവേദന ചെന്നികുത്തൊക്കെ ആയിട്ട് വീട്ടിൽ കയറും, അല്ലെങ്കിൽ വഴി പോകും. ഞങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ ഒരു തലമുറ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അതാണ് ഈ കുഞ്ഞുമമ്മദിക്കായും അവരെല്ലാവരും. അതിന് മുമ്പൊരു തലമുറ ഉണ്ടായി. ഇപ്പോൾ ഞങ്ങളാണ് ഇരിക്കുന്നത്. ഞങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു കൂട്ടർ വരും. അപ്പോൾ അവർക്കും ഈ ഇവിടം വിട്ട് പോകാത്ത വേറൊരു രീതിയിൽ എങ്ങും കൂട്ടുകൂടി പോകാത്ത ഒരു സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞങ്ങളുടെ ഈ ഒരു സംരംഭം ഇവിടെ തുടക്കം കുറിച്ചിട്ടുള്ളത്. ഞങ്ങളിത് വാങ്ങിച്ചതിന് ശേഷം ഞങ്ങൾക്ക് കളി കാണാനും അത്യാവശ്യം ഇതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു ടിവിയും അതിനുള്ള സംവിധാനമൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അധികം പേരുണ്ടാവാറില്ലെങ്കിലും ഉള്ള ആളുകൾ വെച്ചിട്ട് ഇത് ഞങ്ങൾ ഇനി വേൾഡ് കപ്പ് ആയി കഴിഞ്ഞ് വേൾഡ് കപ്പ് ആരംഭത്തോടു കൂടി ഇതിനെ ഞങ്ങൾ ഈ ടിവിയും ഈ സംവിധാനം എല്ലാം ഇവിടുന്ന് പുറത്തേക്ക് ഇറക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന മുറ്റത്ത് ഇവിടെ ഒരു ഷെഡ് കെട്ടിയിട്ട് അവിടെ ടി വി വെച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് കളി കാണാനുള്ള സംവിധാനം എല്ലാവർക്കും ഒരുക്കാൻ വേണ്ടിയിട്ട് കസേരയിട്ടും ഒരുക്കാനുള്ള ഒരു പ്ലാനാണ് നിലവിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ ഓരോ കളിയുടെ അന്ന് ഫാൻസിൻ്റെ വക അത്യാവശ്യം അവർക്ക് വേണ്ട എല്ലാ ഫുഡും സംവിധാനങ്ങളും ഒക്കെ ഒരുക്കാനുള്ള ഒരു പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്.